മനുഷ്യവാസി ഈ ഭൂമുഖത്തില്ലാത്ത കാലം ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? അന്ന് ആകാശല്ലേ മാധവ, ഭൂമിയില്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ദേവകിയും ദമയന്തിയും ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. കല്യാണി അമ്മയും സുമതി ചേച്ചിയും ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ. മനുഷ്യവാസം ഈ ഭൂമുഖത്ത് ഭൂജാതമാകുന്നതിന് മുമ്പ് ഭൂമിയുണ്ട്. ന്യായമായും ഒരു ചോദ്യം, ഈ ഭൂമി ആര് സൃഷ്ടിച്ചു? ആരാണ് ഈ ഭൂമി സൃഷ്ടിച്ചത്? 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് അമ്പലമില്ല, ക്ഷേത്രമില്ല, പള്ളിയില്ല, ചർച്ചില്ല, ഒന്നുമില്ല, മസ്ജിദുകളില്ല, സിനഗോഗുകളില്ല, മനുഷ്യവാസം തന്നെയില്ല. പക്ഷെ ആകാശമുണ്ട്, ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഗാലക്സികളുണ്ട്. ആരതിനെ സൃഷ്ടിച്ചു? ആ സർവശക്തനെയാണ് ദൈവം അല്ലാഹു, പ്രപഞ്ചനാഥൻ, ദീദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഇദ്വാൻ, വേദക്കൂൺ എന്നൊക്കെ വേദങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള സർവശക്തനായ പ്രപഞ്ചനാഥൻ. ആ പ്രപഞ്ചനാഥനെ ആരാധിക്കാൻ മനുഷ്യർക്ക് എന്താണ് പ്രശ്നം? മാനവ സമൂഹത്തിന് എന്താണ് പ്രശ്നം? ഉദാഹരണം, സൂര്യനെ സൃഷ്ടിച്ചവനെ എന്തുകൊണ്ട് നമുക്ക് ആരാധിച്ചുകൂടാ? സൂര്യൻ സൃഷ്ടിയാണെങ്കിൽ, ചന്ദ്രൻ സൃഷ്ടിയാണെങ്കിൽ, ആകാശഭൂമികൾ സൃഷ്ടിയാണെങ്കിൽ, ആ സൃഷ്ടികളെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥനെ എന്തുകൊണ്ട് മാനവകുലത്തിന് ആരാധിച്ചുകൂടാ? നമ്മുടെ അച്ഛനും അമ്മയും ഒന്നാണെങ്കിൽ, നമ്മുടെ തറവാട് ഒന്നാണെങ്കിൽ, സൂര്യനും നമ്മൾക്കൊന്നാണെങ്കിൽ, ചന്ദ്രൻ നമുക്ക് വേണ്ടിയാണ് ഉദിക്കുന്നതെങ്കിൽ, ആ ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഒക്കെ സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനെ എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല? ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്. മുഹമ്മദ് നബി ഈച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. വായു തന്നിട്ടുണ്ടോ? വെള്ളം തന്നിട്ടുണ്ടോ? നമ്മുടെ കണ്ണിന് കാഴ്ച നൽകിയത് മുഹമ്മദ് നബിയാണോ? അല്ല. ശ്രീരാമനാണോ നമുക്ക് ഭക്ഷണം നൽകുന്നത്, നമ്മെ സൃഷ്ടിച്ചത്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്, സൂര്യചന്ദ്രന്മാരെ അല്ല. പിശാരിക്കാവിൽ അമ്മയെ വിളിക്കുന്നു, ശ്രീരാമനെ വിളിക്കുന്നു, ശ്രീകൃഷ്ണനെ വിളിക്കുന്നു, ഉള്ളാളം തങ്ങളെ വിളിക്കുന്നു, പുളിങ്ങോം മക്കാമിലെ തങ്ങളെ വിളിക്കുന്നു, ഭീമാ ഉമ്മിച്ചയെ വിളിക്കുന്നു, മൊനമ്പം ഉമ്മിച്ചയെ വിളിക്കുന്നു, എല്ലാരെയും വിളിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഈ ആരാധിക്കുന്ന ദേവിയായാലും ദേവനായാലും അവരാരെങ്കിലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ പേരിൽ നന്ദി കാണിക്കുന്നു?